ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാനിൽ 13ാമത്തെ വീക്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ ഹൈഡ്രോളജി പഠിക്കുമ്പോൾ അറിയാം, റെയിൻഫാളും അതിൻ്റെ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു തരണ്ടല്ലോ. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് റെയിൻഫാൾ, അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെയാണ്. ഏതൊക്കെയാണ്? മെഷർമെൻറ്റ് ഓഫ് റെയിൻഫാൾ, റെയിൻഫാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ റെയിൻ ഗേജസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് റെയിൻഫാൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൻഫാളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റെയിൻഫാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ ചെയ്യാം, അതേപോലെ അതിൻ്റെ സെലക്ഷൻ, സൈറ്റ് എവിടെയാണ് റെയിൻ ഗേജസ് ഒക്കെ വെക്കേണ്ടത്, അതിൻ്റെ സെലക്ഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ. ഈ ഒരു 3 ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ മെഷർമെൻറ്റ് ഓഫ് റെയിൻഫാൾ ആണ്. നമുക്ക് റെയിൻഫാൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻ ഗേജസ് ആണ് ഉപയോഗിക്കാറ്. അതെല്ലാവർക്കും അറിയാലോ. റെയിൻ ഗേജസ് ഉപയോഗിച്ചാണ് നമ്മൾ റെയിൻഫാൾ മെഷർ ചെയ്യുക. ഇനി റെയിൻ ഗേജിന് വേറെ എന്തൊക്കെ പേരുണ്ട്, അതാണ് അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. റെയിൻ ഗേജസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഈ റെയിൻ ഗേജിനെ നമ്മൾ ഒംബ്രോമീറ്റർ എന്ന് പറയും. ഒംബ്രോമീറ്റർ എന്ന് പറയാറുണ്ട്, പ്ലൂവിയോമീറ്റർ എന്ന് പറയാറുണ്ട്. അതേപോലെ റെയിൻ എന്ന് പറയുമ്പോൾ ഹൈറ്റോ എന്നുള്ള ടേം റിലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഹൈറ്റോമീറ്റർ എന്നും പറയാറുണ്ട്. അപ്പോൾ റെയിൻഫാൾ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാന്ന് ചോദിച്ചാൽ റെയിൻ ഗേജസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇനി റെയിൻ ഗേജിന് വേറെ കുറേ പേരുകളുണ്ട്. ഒംബ്രോമീറ്റർ, പ്ലൂവിയോമീറ്റർ, ഹൈറ്റോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ വേറെ പേരുകളുണ്ട്. ഹൈറ്റോ എന്ന് വെച്ചാൽ റെയിൻ ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താണ് മെഷർ ചെയ്യുക? റെയിൻഫാളിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് റെയിൻഫാൾ ആണ് നമ്മൾ മെഷർ ചെയ്യുക. ഡെപ്ത് ഓഫ് റെയിൻഫാൾ ആണ് നമ്മൾ മെഷർ ചെയ്യുക. ഈ ഡെപ്ത് ഓഫ് റെയിൻഫാൾ നമ്മൾ എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുക? അപ്പോൾ സെൻറ്റിമീറ്റേഴ്സിലോ MM-ലോ ആണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്രസ് ചെയ്യുക. ഇനി നമുക്ക് കുറേ ടൈപ്പ് റെയിൻ ഗേജസ് ഉണ്ട്. അതിൻ്റെ ടൈപ്സ് ആണ് പറയാൻ പോകുന്നത്. ടൈപ്സ് ഓഫ് റെയിൻ ഗേജസ് ആണ്. റെയിൻ ഗേജസ് ബ്രോഡായിട്ട് 2 രീതിയിലാണുള്ളത്. റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഉണ്ട്, റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ഉണ്ട്. റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അടുത്തത് ആരായിരിക്കും? നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ഉണ്ട്. നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജസ് ഉണ്ട്. ഈ റെക്കോർഡിംഗ് റെയിൻ ഗേജസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡെപ്ത് ഓഫ് റെയിൻഫാൾ മെഷർ ചെയ്യും, അതേപോലെ തന്നെ ഡ്യൂറേഷനും മെഷർ ചെയ്യും. ഡെപ്ത് ഓഫ് റെയിൻഫാളും ഡ്യൂറേഷൻ ഓഫ് റെയിൻഫാളും രണ്ടും മെഷർ ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിൽ. ഇനി നോൺ റെക്കോർഡിംഗിലേക്ക് വരുമ്പോൾ അവിടെ ഡെപ്ത് ഓഫ് റെയിൻഫാൾ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. അതാണ് ഇവ തമ്മിലുള്ള ഫസ്റ്റ് വ്യത്യാസം. ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ ആണ് അറിയേണ്ടത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെക്കോർഡിങ്ങിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ വെയിങ് ബക്കറ്റ് ആണ്. വെയിങ് ബക്കറ്റ്. സെക്കൻഡ് എക്സാമ്പിൾ ടിപ്പിംഗ് ബക്കറ്റ്. ടിപ്പിംഗ് ബക്കറ്റ്. തേർഡ് വൺ നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ്. നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറയും. ഈ 4 ആൾക്കാരാണ് റെക്കോർഡിംഗ് റെയിൻ ഗേജിന് എക്സാമ്പിൾ. ആരൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. വെയിങ് ബക്കറ്റ്, ടിപ്പിംഗ് ബക്കറ്റ്, നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ്. ഇത് എക്സാമിന് ചോദിക്കുന്നത് ഓഫ് ദ ഫോളോയിങ്ങിൽ റെക്കോർഡിംഗ് ടൈപ്പ് ഏതാണ്, നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് കണ്ടിട്ടുള്ളത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് റെക്കോർഡിംഗ് ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സൈഫൺ ആണ്. അതാണ് ഇവിടെ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ്. റെക്കോർഡിംഗ് ടൈപ്പിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ്. ഇനി വെയിങ് ബക്കറ്റ് ആയാലും ടിപ്പിംഗ് ബക്കറ്റ് ഒക്കെ ആയാലും ഇതൊക്കെ റെക്കോർഡിംഗ് റെയിൻ ഗേജിന് എക്സാമ്പിൾ ആണ്. ഇനി നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് എല്ലാവർക്കും അറിയായിരിക്കും, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ സൈമൺസ് റെയിൻ ഗേജ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ആണ് ഇത്. നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സൈമൺസ് റെയിൻ ഗേജ്. അതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ സൈമൺസ് റെയിൻ ഗേജ് എഴുതണം. ഇനി ഇന്ത്യയിൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് എഴുതണം. അപ്പോൾ ഈ 2 ഓപ്ഷനും മാറിപ്പോകരുത്. നോൺ റെക്കോർഡിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്
സൈമൺസ് റെയിൻ ഗേജും റെക്കോർഡിംഗ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ സൈഫൺ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്തു വരുന്നത്. ഈ രണ്ട് ക്വസ്റ്റിനും കൂടെ ഓർത്ത് വെക്കുക. ഇനി ഓപ്ഷൻ തന്നാൽ ഏതാണ് റെക്കോർഡിംഗ് ഏതാണ് നോൺ റെക്കോർഡിംഗ് എന്ന് വ്യത്യാസപ്പെടുത്തി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് സൈമൺസ് റെയിൻ ഗേജ് പറയുമ്പോൾ അതിൻ്റെ 1-2 ഡയമെൻഷൻ ഓർത്ത് വെക്കണം. സൈമൺസ് റെയിൻ ഗേജിന് ഒരു പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു മെറ്റൽ കണ്ടെയ്നർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു ഫണൽ ഉണ്ടാവും, അതേപോലെ ഫണലിൽ കൂടെ വന്ന വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കണ്ടെയ്നറും ഉണ്ടാവും. ഓക്കെ, കളക്ടിങ് ബോട്ടിൽ എന്നാണ് നമ്മൾ ഇതിനെ പറയുക, കളക്ടിങ് ബോട്ടിൽ എന്ന് പറയും. ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺക്രീറ്റ് ബ്ലോക്കും ഉണ്ടാവും, ഇതിന് ഉറപ്പിച്ച് വെക്കാൻ ഒരു കോൺക്രീറ്റ് ബ്ലോക്കും ഉണ്ടാവും. ഇത്രയും പാർട്സ് ആണ് നമ്മുടെ സൈമൺസ് റെയിൻ ഗേജിന് ഉണ്ടാവുക. സൈമൺസ് റെയിൻ ഗേജിൻ്റെ കാര്യമാണ് പറയുന്നത്. സൈമൺസ് റെയിൻ ഗേജിന് ഉണ്ടാവുന്ന പാർട്സ് ഫസ്റ്റ് വൺ ഒരു ഫണൽ ഉണ്ടാവും, ഒരു മെറ്റൽ കണ്ടെയ്നർ ഉണ്ടാവും, ഒരു കളക്ടിംഗ് ബോട്ടിൽ ഉണ്ടാവും, ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാവും. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന ഡയമെൻഷൻ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽ കണ്ടെയ്നറിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് ചോദിക്കാറുണ്ട്. ഇത് 127 mm ആണ്. അതേപോലെ ഇവിടെ എവിടെയെങ്കിലും ഗ്രൗണ്ട് ലെവൽ ഉണ്ടാവുമല്ലോ, ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരുന്ന ഹൈറ്റ് എത്രയെന്ന് ചോദിക്കാറുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ടോപ്പിലേക്ക് വരുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ടോപ്പിലേക്ക് വരുന്ന ഹൈറ്റ് സാധാരണ നമ്മൾ 305 mm ആണ് ഉണ്ടാവാറ്. 305 mm ആണ് ഉണ്ടാവാറ്. ഇനി ഇവിടുന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ലീസ്റ്റ് കൗണ്ട് ഓഫ് സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ 0.2 mm ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഡയമെൻഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഒരു റെയിൻ ഗേജിൻ്റെ സൈറ്റ് എങ്ങനെ സെലക്ട് ചെയ്യും എന്നുള്ളതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ റെയിൻ ഗേജ്. സാധാരണ നമ്മൾ ഒബ്സ്ട്രക്ഷൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കുമോ? എവിടെയാണ് ആദ്യം നമ്മൾ ആലോചിക്കുക, എവിടെയാണ് ഒരു റെയിൻ ഗേജ് കൊണ്ടുപോയി വെക്കുക? റെയിൻ ഗേജ് സാധാരണ ഒരു ലെവൽ ഗ്രൗണ്ടിൽ വേണം നമ്മൾ വെക്കാൻ. അൺഡുലേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉള്ളിടത്തൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ റെയിൻ ഗേജ് കൊണ്ടുപോയി വെക്കാൻ പാടില്ല. അപ്പം ലെവൽ ഗ്രൗണ്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ലെവൽ ഗ്രൗണ്ട് ആണെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ നമ്മളെ ഈ റെയിൻ ഗേജിനടുത്ത്. അപ്പം നിയറസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 2 times ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ 3 meters, 30 meters, മിനിമം 30 meters എങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പം എങ്ങനെ പറയാം? ഡിസ്റ്റൻസ് ഓഫ് നിയറസ്റ്റ് ഒബ്ജക്റ്റ് ഫ്രം റെയിൻ ഗേജ് should be twice the height of obstruction or minimum 30 meters. ഓക്കെ, ഒബ്സ്ട്രക്ഷനിലേക്കുള്ളത് ചോദിക്കാറുണ്ട്. ഈ 30 meters and twice the height of object എന്നുള്ളത് ഓപ്ഷനിൽ കാണാറുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അപ്പോൾ റെയിൻ ഗേജിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ലെവലായിട്ടുള്ള ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിയറസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവുമല്ലോ, ഇതിനെന്തായാലും ഒരു ഒബ്ജക്റ്റ് അടുത്തുണ്ടാവും. അടുത്തുള്ള ഒബ്ജക്റ്റിലേക്കുള്ള മിനിമം ദൂരം എന്ന് പറയുന്നത് 30 meters അല്ലെങ്കിൽ മിനിമം 30 meters കൊടുക്കണം. അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിന് ട്വൈസ് ഡിസ്റ്റൻസ് മാറിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റെയിൻ ഗേജ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് റെയിൻ ഗേജ് നമുക്ക് ഇഷ്ടമുള്ള എത്ര നമ്പർ ഓഫ് റെയിൻ ഗേജ് ഒന്നല്ലല്ലോ ഒരു ഏരിയയിൽ കൊടുക്കുക. ഒരു ക്യാച്ച്മെന്റിൽ എത്ര റെയിൻ ഗേജ് കൊടുക്കണം എന്നുള്ളതിന് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ IMDക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതാണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. IMD റെക്കമെൻഡേഷൻസ് ആണ്. പ്ലെയിൻ റീജിയൻ ആണെങ്കിൽ ഒരു റെയിൻ ഗേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു റെയിൻ ഗേജ് ഫോർ എവറി 520 km² ഏരിയ. 520 km² ഏരിയയ്ക്ക് നമ്മൾ ഒരു റെയിൻ ഗേജ് കൊടുത്താൽ മതി. നമ്മൾ പ്ലെയിൻ ഏരിയൻ്റെയാണ് ഫസ്റ്റ് പറഞ്ഞത്. 520 km² ഒരു റെയിൻ ഗേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് റീജിയൻ എബവ് 1000 meters ഫ്രം മീൻ സീ ലെവൽ ആണെങ്കിൽ, മീൻ സീ ലെവലിന് മുകളിൽ 1000 meters നമ്മുടെ റീജിയൻ ഉള്ളതെങ്കിൽ നമ്മൾ ഒരു റെയിൻ ഗേജ് കൊടുക്കണം ഫോർ എവറി 260 to 390 km² ഏരിയയ്ക്ക് വേണ്ടിയിട്ട്. 260 മുതൽ 390 വരെ km² ഏരിയയ്ക്ക് നമ്മൾ ഒരു റെയിൻ ഗേജ് കൊടുക്കണം. ഇതാണ് അതിൻ്റെ കണക്ക്. പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 520 km² ഒരു റെയിൻ ഗേജ് ആണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ
മീൻ സീ ലെവലിന് മുകളിൽ 1000 മീറ്റേഴ്സിന് മുകളിലുള്ള റീജിയൻ ആണെങ്കിൽ നമ്മൾ 260 മുതൽ 390 കിലോമീറ്റർ സ്ക്വയർ ഏരിയയ്ക്ക് വേണ്ടി ഒരു റെയിൻ ഗേജ് ആണ് കൊടുക്കേണ്ടത്. അത്രയും ക്യാച്ച്മെന്റ് ഏരിയയ്ക്ക് വേണ്ടി ഒരു റെയിൻ ഗേജ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഹില്ലി റീജിയൻ ആണ്. ഹില്ലി റീജിയൻ ആണെങ്കിൽ ശരിക്കും ഒരുപാട് റെയിൻ ഗേജ് വേണ്ടി വരുമല്ലോ. അതായത് ഒരു റെയിൻ ഗേജ് നമ്മൾ കൊടുക്കണം ഫോർ എവറി 130 കിലോമീറ്റർ സ്ക്വയർ ഏരിയ. 130 കിലോമീറ്റർ സ്ക്വയർ ഏരിയ എടുക്കുമ്പോൾ ഒരു റെയിൻ ഗേജ്. അപ്പോൾ ഈ 3 വാല്യൂസ് ഓർത്ത് വെക്കുക: 520, 260 to 390 ആൻഡ് 130. ഹില്ലി റീജിയനിൽ 130 കിലോമീറ്റർ സ്ക്വയർ ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു റെയിൻ ഗേജ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് റെയിൻഫോൾ മെഷർ ചെയ്തു. എങ്ങനെയാണ് ഒരുപാട് റെയിൻ ഗേജ് എന്നുള്ള മെഷർമെൻറ്റ് നമുക്ക് ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ക്യാച്ച്മെൻറ്റിൻ്റെ റെയിൻഫാൾ എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് നോക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് റെയിൻഫാൾ. ആവറേജ് റെയിൻഫാളിൻ്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് ഏതൊക്കെ മെത്തേഡാണുള്ളതെന്ന് ചോദിച്ചാൽ അരിത്തമെറ്റിക് മെത്തേഡുകൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, തീസൺ പോളിഗൺ മെത്തേഡ്, അതേപോലെ തന്നെ ഐസോഹൈറ്റൽ മെത്തേഡ്. ഈ 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഐസോഹൈറ്റൽ മെത്തേഡ്. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കിയാലോ. നമുക്ക് ആവറേജ് റെയിൻഫാൾ കണ്ടുപിടിക്കാൻ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ഉണ്ട്, തീസൺ പോളിഗൺ മെത്തേഡ് ഉണ്ട്, ഐസോഹൈറ്റൽ മെത്തേഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ്. അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ, അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ് എന്നും പറയും കേട്ടോ. അരിത്തമെറ്റിക് മീൻ മെത്തേഡ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഓർ ആവറേജ് മെത്തേഡ് എന്ന് പറയും. അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ് എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് റെയിൻഫോൾ ഡാറ്റ ഉണ്ട്. P1, P2, P3 എന്ന് പറഞ്ഞ ഒരുപാട് റെയിൻഫോൾ ഡാറ്റ ഉണ്ടെങ്കിൽ ആവറേജ് റെയിൻഫാൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. സിംപ്ലി നമ്മൾ എന്ത് ചെയ്താൽ മതി? മീൻ എടുത്താൽ മതി. സിമ്പിളായിട്ട് നമ്മൾ മീൻ എടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എത്ര റീഡിംഗ് ഉണ്ടോ അതിനെയാണ് PN, ലാസ്റ്റ് റീഡിംഗ് ആണ് PN ഡിവൈഡഡ് ബൈ N. ഇനി ഈ ഒരു മെത്തേഡ് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. ജസ്റ്റ് ആവറേജ് എടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്. പക്ഷേ ഇനി നമ്മൾ ആക്യുറസി നോക്കുകയാണെങ്കിൽ ഏരിയ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. ഇൻഫ്ലുവൻസ് ഓഫ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇത്? ഇൻഫ്ലുവൻസ് ഓഫ് ഏരിയ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ലീസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. ഇത് ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. ഓക്കെ, അരിത്തമെറ്റിക് മീൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ലീസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. കാരണം എന്താണ്? ഇവിടെ ഏരിയയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ P1, P2, P3 ഒക്കെയാണ് നമ്മൾ മെഷർമെൻറ്റെങ്കിൽ അതിൻ്റെ ആവറേജ് ഡയറക്റ്റ് എടുത്താൽ മതി. ഇനി ഈ ഒരു മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ ആക്യുറസി വൈസ് നോക്കുമ്പോൾ ആക്യുറസി വളരെ കുറവായിരിക്കും. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ തീസൺ പോളിഗൺ മെത്തേഡാണ്. അപ്പോൾ ഇതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതെൻ്റെ ക്യാച്ച്മെൻ്റ് ആണെന്ന് ഇരിക്കട്ടെ. ഈ ക്യാച്ച്മെൻറ്റിൽ ഞാൻ റെയിൻ ഗേജസ് കൊടുത്തിരിക്കുന്നത് 1, 2, 3, 4 എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുക? റെയിൻ ഗേജ് സ്റ്റേഷൻസിനെയൊക്കെ ജോയിൻ ചെയ്യുക. റെയിൻ ഗേജ് സ്റ്റേഷന് ജോയിൻ ചെയ്തതിന് ശേഷം ഇവയെ ട്രയാങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്തതിന് ശേഷം പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പോളിഗൺസ് ആക്കിയിട്ട് മാറ്റുക. അപ്പം ഇങ്ങനെയൊക്കെ പോളിഗൺസ് ആക്കി മാറ്റിക്കൂടെ? ഇങ്ങനെ പോളിഗൺസ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏരിയ A1 ആയി, ഇത് A2 ആയി, ഇത് A3 ആയി, ഇത് A4 ആയി, A5 ആയി, A6 ആയി. ഇത്രയും പോളിഗൺസ് നമുക്ക് കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ അതിൻ്റെ ഏരിയ ഓഫ് പോളിഗൺ കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P bar ഈക്വൽ ടു P1 A1 പ്ലസ് P2 A2 പ്ലസ് P3 A3 അപ് ടു എത്ര n വരെ എടുക്കുക? PN AN ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 പ്ലസ് A3 അപ് ടു AN. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ റെയിൻ ഗേജ് സ്റ്റേഷനൊക്കെ ജോയിൻ ചെയ്യുക. അതിനുശേഷം അവയെ ട്രയാങ്കിൾസ് ആയി ഡിവൈഡ് ചെയ്ത് പിന്നെ പെർപെൻഡിക്കുലേഴ്സ് ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതൊക്കെ പെർപെൻഡിക്കുലേഴ്സ് ആണ്, വരച്ചപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടില്ല.
പെർപെൻഡിക്കുലേഴ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളിഗൺസ് ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ പോളിഗൺസിന്റെ ഓരോ പോളിഗൺസിന്റെയും ഏരിയ എടുക്കുക. അതാണ് A1 A2 അങ്ങനെ നമുക്ക് എത്ര n വരെ ഏരിയാസും ഉണ്ടാവും. ഇനി അവ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P1 A1 പ്ലസ് P2 A2 പ്ലസ് P3 A3 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് റെയിൻഫാൾ കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഒരു ഏരിയ എടുത്തു എന്ന് വിചാരിക്കുക, ഒരു പോളിഗൺ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു പോളിഗൺ എടുക്കുന്ന സമയത്ത് മിനിമം ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും കവർ ചെയ്ത് പോയിട്ടുണ്ടാവണം. ഇപ്പം ഞാൻ A1 എടുക്കുവാണെങ്കിൽ ഇത് 1 എന്ന് പറയുന്ന റെയിൻ ഗേജ് സ്റ്റേഷൻ്റെ അണ്ടറിലേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ ഏരിയ എടുക്കുമ്പോൾ ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും ആ ഏരിയയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത്? join rain gauge stations with straight lines and then divide it into triangles, then drop perpendiculars and make polygons. Again, ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് for one polygon minimum of one rain gauge station ആവശ്യമാണ്. 1 പോളിഗണിന് മിനിമം ഒരു റെയിൻ ഗേജ് സ്റ്റേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് തീസൺ പോളിഗൺ മെത്തേഡ്. ഇനി ഈ തീസൺ പോളിഗൺ മെത്തേഡിൽ ചില സമയത്ത് എക്സാമിന് നമുക്ക് തരാം വെയിറ്റ് ഓഫ് റെയിൻ ഗേജ് തരും. വെയിറ്റ് ഓഫ് റെയിൻ ഗേജ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. വെയിറ്റ് ഓഫ് റെയിൻ ഗേജിന് നമ്മൾ എന്ത് വെച്ച് നൊട്ടേഷൻ കൊടുക്കുന്നത് വെച്ചാൽ W1 W2 W3 അപ് ടു n വരെ ഉണ്ടെന്ന് വിചാരിക്കുക. WN ആണ് നമ്മുടെ വെയിറ്റ് ഓഫ് റെയിൻ ഗേജ് എങ്കിൽ നമ്മുടെ ഇക്വേഷൻ വിൽ ബി P bar equal to P1 W1 plus P2 W2 plus P3 W3 up to etc. Pn Wn എന്നാവും ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ വെയ്റ്റഡ് ആയിട്ടുള്ളതാണ് തരുന്നത്, വെയിറ്റ് ഓഫ് റെയിൻ ഗേജ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് P1 മൾട്ടിപ്ലൈ ചെയ്യുക. P1 W1 P2 W2 എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് എടുക്കേണ്ടത്. ഇനി ഇങ്ങനെ വെയ്റ്റഡ് റെയിൻ ഗേജ് തരുന്ന കേസ് എക്സാമിന് വളരെ വെയ്റ്റഡ് ആയിട്ടുള്ളത് തരുന്നത് വളരെ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ. അധികവും നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാനുണ്ടാവാറ്. പലപ്പോഴും ഗേറ്റിനൊക്കെയാണ് ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആക്യുറസി വൈസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് തീസൺ പോളിഗൺ മെത്തേഡ് അരിത്തമെറ്റിക്കിനെക്കാളും ആക്യുറേറ്റ് ആണ്. ആക്യുറസി നോക്കുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ അരിത്തമെറ്റിക് മെത്തേഡ് എന്ന് നമുക്ക് പറയാം. അരിത്തമെറ്റിക് മെത്തേഡിനെക്കാളും ആക്യുറേറ്റ് ആണ് തീസൺ പോളിഗൺ മെത്തേഡ്. ഇനി ഇതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഫൈനലി നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ മെത്തേഡ് ഐസോഹൈറ്റൽ മെത്തേഡാണ്. ഐസോഹൈറ്റൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? ഐസോഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ റെയിൻഫാൾ അല്ലെങ്കിൽ സെയിം റെയിൻഫാൾ ഉള്ള ഏരിയയിൽ കൂടെ നമ്മൾ ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ലൈനെയാണ് ഐസോഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, സെയിം റെയിൻഫാൾ അല്ലെങ്കിൽ ഈക്വൽ റെയിൻഫാൾ ഉള്ള ഏരിയാസിൽ കൂടെയാണ് നമ്മൾ കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുന്നത്. എന്താണ് ഐസോഹൈറ്റ് എന്ന് പറഞ്ഞാൽ? ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ റെയിൻഫാൾ എന്ന് പറയാം. ഈക്വൽ റെയിൻഫാൾ. ഇനി എൻ്റെ ക്യാച്ച്മെൻ്റ് ആണിത്. ഈ ക്യാച്ച്മെൻ്റ് എടുക്കുമ്പോൾ P1 ഐസോഹൈറ്റുകൾ ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഇത് P1 P2 P3 P4 ഇതാണ് ഐസോഹൈറ്റ്സ്. ഈ P1നും രണ്ട് ഐസോഹൈറ്റിനും ഇടയിലുള്ള ഏരിയ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇത് A1 A2 A3 A4 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ P bar equal to P1 plus P2 എടുക്കുക. P1 plus P2 by 2 അതിൻ്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. P1 plus P2 by 2 into A1 അതിൻ്റെ ഇടയിലുള്ള ഏരിയ പ്ലസ് P2 plus P3 divided by 2 into അതിൻ്റെ ഇടയിലുള്ള ഏരിയ ഏതാണ്? A2 ആണ്. അങ്ങനെ നമ്മൾ എല്ലാ ഏരിയയും ചെയ്യുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ A1 plus A2 plus A3 plus അപ് ടു എത്ര ഏരിയ ഉണ്ടോ അത്രയും ചെയ്യുക. ഇതിനെയാണ് ഐസോഹൈറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഐസോഹൈറ്റ്സ് വരച്ച് ചെയ്യുന്നത് കൊണ്ടും ഏരിയാസ് ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടും ഇത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്.
മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ് ഐസോഹൈറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ രണ്ട് ഐസോഹൈറ്റിന് ഇടയിലുള്ള ഏരിയ A1 ആണെങ്കിൽ P1 + P2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A1 ചെയ്യുക. P1 + P2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A1 ചെയ്യുക, പ്ലസ് P2 + P3. അടുത്തത് P2 P3 എടുക്കുക, ഇതിൻ്റെ ആവറേജ് ഇൻറ്റു A2 ചെയ്യുക. അടുത്തത് P3 ആൻഡ് P4 എടുക്കുക, അതിൻ്റെ ആവറേജ് ഇൻറ്റു A3 ചെയ്യുക. ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് റെയിൻഫാൾ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറേ മെത്തേഡ്സ്. ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ഐസോഹൈറ്റൽ മെത്തേഡ് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ റെയിൻഫാളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1 ഇയർ സ്റ്റഡി പ്ലാനിൽ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു സെഷനിൽ കാണുന്നവരെ താങ്ക് യു ഓൾ.